0 to music.
റൗണ്ട് അവസാനിച്ചിരിക്കുന്നു. അടുത്തതായി രണ്ടാമത്തെ റൗണ്ടാണ്. സെക്കൻഡ് റൗണ്ട് ഗ്രൂപ്പ് പെർഫോമൻസ് ആണ്. ഗ്രൂപ്പ് പെർഫോമൻസിനായി കണ്ടസ്റ്റൻസ് വേദിയിലോട്ട് വരേണ്ടതാണ്. നമ്മുടെ മത്സരാർത്ഥികൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് റൗണ്ടാണ്. ജസ്റ്റ് നമ്പർ വിളിക്കുന്നതിനനുസരിച്ച് ഫ്രണ്ടിലോട്ട് വന്ന് നമസ്കാരം. കലകളുടെയും കലാകാരന്മാരുടെയും നാടായ കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടായ ഏവരെ പോലും ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ രക്ഷാകൃതി സാംസ്കാരിക നഗരിയായ കൊല്ലം ജില്ലയെ പ്രതിനിധീകരിക്കുവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി എന്ന നിലയിൽ വളരെ അഭിമാനത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയുമാണ് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. 23 വയസ്സുകാരിയായ ഞാൻ ഏവിയേഷനിൽ ബിരുദവും ജിപി റൈറ്റിംഗിൽ ബിരുദാനന്തര ബിരുദവും എടുത്ത് 1 വർഷക്കാലയളവ് മർച്ചനേവിയിൽ ജോലി അനുഷ്ഠിച്ചു. നൃത്തത്തിലും സംഗീതത്തിലും അഭിനയത്തിലും ഒരേപോലെ അഭിരുചിയുള്ള ഞാൻ ഭാവിയിൽ ഒരു ട്രാൻസ്ജെൻഡർ പോലീസ് ഓഫീസർ ആകുവാനാണ് ആഗ്രഹിക്കുന്നത്. ജസ്റ്റ് നമ്പർ 105. നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്റെ പേര് സഹസ്ര. വ്യവസ്ഥകൾ ഇല്ലാത്ത സ്നേഹം എന്താണ്? മനസ്സിൽ തെളിഞ്ഞ ഒരേ ഒരു മുഖം അമ്മ. മാതൃത്വം. എല്ലാ സ്നേഹവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും അവരിൽ നിന്നാണ്. തിരുവനന്തപുരം ജില്ലയിൽ കയറിന്റെയും കായലിന്റെയും നാടായ ചെറിയിൽ നിന്നും വരുന്ന ഞാൻ ഷെഫിന. ബാംഗ്ലൂരിൽ സ്ഥിരതാമസം. കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാൻസ് കളിക്കും, പാട്ട് പാടും, പിന്നെ എല്ലാവരിനോടും എനിക്ക് ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഒരു മോഡലാണ്, മോഡലിംഗ് ചെയ്യുന്നതാണ്. ഒരു 7ാം ക്ലാസ് മുതൽ ഞാൻ മോഡലിംഗ് ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും പറയും മോഡലാവാൻ മോഡലിംഗ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള എല്ലാവരും ഉണ്ടാവും ഇവിടെ.
എല്ലാവർക്കും പറയാനുള്ളത് ഒറ്റൊരു കണ്ടന്റ് ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഏജോ അല്ലെങ്കിൽ ബോഡി സ്കിൻ ടോണോ ബോഡി ഷേമിയോ അതൊന്നും ഒരു ഇതേ അല്ല, ഒരു പാട്ടേ അല്ല നമ്മുടെ മോഡലിംഗ് അല്ലെങ്കിൽ ഒരു ഫാഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് കോൺഫിഡൻ്റ് ആണ്. കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് Just number 111. നമസ്കാരം, ഞാൻ ശിവന്യ. കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ എൻ്റെ സ്വപ്നങ്ങൾക്ക് ചെറുകുമുണങ്ങുന്നവരെ ഞാൻ അവയെ പിന്തുടരുകയും ചെയ്യും. APJ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ ഒരുപാട് സ്വപ്നങ്ങൾ കാണുക, അതോടൊപ്പം തന്നെ നമ്മുടെ സ്വപ്നങ്ങളെ കൂടുതൽ ചിന്തിച്ചറിയുക. അങ്ങനെ ചിന്തിച്ചറിഞ്ഞുകൊണ്ട് ആ സ്വപ്നത്തെ നമ്മൾ സഫലമാക്കുക. 2018 RLB കോളേജിൽ എനിക്ക് പഠിക്കാൻ ഒരു അവസരം ലഭിക്കുകയുണ്ടായി. എന്നെ സംബന്ധിച്ച് എനിക്കത് ഏറ്റവും മഹത്തായ ഒരു സംഭവമാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ലോകം അറിയപ്പെടുന്ന ഒരു നൃത്ത അധ്യാപികാവുക എന്നതാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ഫീസ് പോലും വാങ്ങാതെ അവരെ സൗജന്യമായി നൃത്തം പരീക്ഷിച്ച് അവരെ കഴിവുകളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. പിന്നെ ഇന്നിവിടെ ഈ മലയാളി മക്കയിൽ എനിക്കൊരു വേദിയും അതോടൊപ്പം തന്നെ ആ കിരീടവും എനിക്ക് നൽകുകയാണെങ്കിൽ എനിക്ക് മുന്നോട്ടുള്ള എൻ്റെ പ്രചോദനത്തിനും ഊർജ്ജതയ്ക്കും എൻ്റെ മോട്ടിവേഷനും അത് വളരെയധികം സഹായകരമായിരിക്കും. എന്നോടൊപ്പം മത്സരിക്കുന്ന മറ്റു മലയാളി മംഗമാർക്കും എൻ്റെ ഹൃദയം പറഞ്ഞ പേര് നന്ദി അറിയിക്കും. മലയാളത്തിന്റെ കമലാ സുരയ്യ. വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഹൃദയസ്പർശമായ വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുടങ്ങട്ടെ. എൻ്റെ പേര് ശിവാനി. അനന്തപുരിയുടെ പുത്രിയാണ്. BA ഭരതനാട്യം 2ാം വർഷ വിദൂര വിദ്യാഭ്യാസ വിദ്യാർത്ഥിയാണ്. അതിലുപരി ആരോഗ്യ പ്രവർത്തകയാണ്, നർത്തകിയാണ്. കൂടാതെ മോഡലിംഗ് അത്യാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് കീർത്തി കിഷോർ. ശ്രീ പത്മനാഭന്റെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വദേശം ആദ്യമാണ് എൻ്റെ സ്വദേശം. എനിക്ക് ഒരു ഡാൻസർ ആവാനാണ് ആഗ്രഹം. സോറി, എല്ലാവരും വളരെ നല്ലതായിട്ടാണ് പെർഫോം ചെയ്തത്. ആറ്റിറ്റ്യൂഡായാലും കോസ്റ്റ്യൂമൊക്കെ അപ്പ് ടു പോയിന്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ അതേപോലെ കോൺഫിഡൻസ് എല്ലാം ഉള്ളായിരുന്നു. അപ്പം നമ്മൾ 10 പേര് 5 പേരെ ഇപ്പം സെലക്ട് ചെയ്തിട്ടുണ്ട്. വാക്കും ആറ്റിറ്റ്യൂഡും കോസ്റ്റ്യൂമും കണക്കിലാക്കി നമ്മൾ ഇത് മാർക്ക് എടുത്തിരിക്കുന്നത്. റൗണ്ടാണ്. ജഡ്ജസിന്റെ തീരുമാനം എങ്ങനെയാണോ, റൈറ്റിംഗ് ആണോ അതോ സെൽഫായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച ആൻസർ പറയുകയാണോ എന്താണെന്ന് വെച്ചാൽ ജഡ്ജസ് പറയുക. അപ്പോ അത്രയും വലിയൊരു ചോദ്യമൊന്നുമല്ല. സ്ത്രീത്വം എന്ന് വരുന്ന സമയത്ത് മനസ്സിൽ ആദ്യം ഉണ്ടാകുന്ന അനുഭവം അല്ലെങ്കിൽ അനുഭൂതി എന്താണ് എന്ന് അവരോട് പറഞ്ഞാൽ സ്ത്രീത്വം എന്ന വാക്ക് ഒരുപക്ഷെ കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു അനുഭൂതി എന്താണ്, അതിനെ കുറിച്ച് വിവരിക്കും. ചോദ്യത്തിന് നന്ദി. സ്ത്രീത്വം എന്ന് പറയുന്ന സമയത്ത് ആദ്യമായി എൻ്റെ മനസ്സിലോട് വരുന്നത് മാതൃത്വമാണ്. ഒരു കുഞ്ഞ് ജനിച്ചു വളരുന്ന സമയത്താണ് തൻ്റെ ആദ്യത്തെ ഗുരുനാഥ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡിയനായിട്ട് വരുന്നത് അമ്മയാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ സ്ഥാനവും സമൂഹത്തിന് മുന്നിൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല മാതൃകയാവേണ്ടതും നമ്മുടെ അമ്മമാരാണ്. താങ്ക് യു. എന്താണ് ചോദിക്കാനുള്ളത്? അവരോടുള്ള ചോദ്യം
താങ്ക് യു. നമ്മളെല്ലാവരും ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് സ്ത്രീയിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന ഒരു ചോദ്യമാണ്, പൂർണ്ണ സ്ത്രീയിലെത്തിയോ? പൂർണ്ണതയിലെത്തി. ഞാൻ പൂർണ്ണ സ്ത്രീയായി, ഞാൻ പൂർണ്ണ സ്ത്രീയായി എന്നാണ് എല്ലാവരും പറയുന്നത്. എന്താണ് നിങ്ങൾ പൂർണ്ണ സ്ത്രീയായി അല്ലെങ്കിൽ പൂർണ്ണത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് പൂർണ്ണ സ്ത്രീയായെന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? വിശ്വസിക്കുന്നു. ഒരു പൂർണ്ണ സ്ത്രീ എന്ന വാക്കുകൊണ്ട് എന്താണ് സമൂഹം ഉദ്ദേശിക്കുന്നത്? ചോദ്യം, ഉത്തരം പറയാം. ചോദ്യം ചോദിച്ചത് പൂർണ്ണ സ്ത്രീ ആയോ എന്ന് ചോദിച്ചതിന് ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, സ്ത്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ മാനം തന്നെയാണ്. അവരുടെ മാനമാണ് ഏറ്റവും. ഇപ്പം എന്താ ഈ മാനം കളഞ്ഞിട്ടുള്ള പരിപാടി അങ്ങനെ ആ ഒരു രീതിയിൽ എന്നൊക്കെ പലരും ഇപ്പം പൂർണ്ണമായിട്ടും സ്ത്രീ ആയോ എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഞാൻ തന്നെയാണ് എന്റെ വിശ്വാസം. ചെയ്യാനൊരു അവസരം കിട്ടിയാൽ അത് ഏത് ഡിസൈനറായിരിക്കും? എന്തുകൊണ്ടാണ് അവരെ ചൂസ് ചെയ്യാൻ കാരണം? ഡിസൈനർ, ബ്രാൻഡ്സ്, ഫാഷനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ. ഇത് വേണം എന്ന് അങ്ങനൊന്നുമില്ല. തുല്യ അവകാശം, റെസ്പെക്ട്, ഈക്വാലിറ്റി, ലവ്. താങ്ക് യു. നിങ്ങൾക്ക് അത് എങ്ങനെ അടക്കാം? വിജയം എങ്ങനെ അടക്കാം? വിജയം ഇങ്ങനെ അളക്കാം. നമ്മൾ ആദ്യം നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യത്തിൽ നമ്മൾ മുന്നേറപ്പോഴേ നമുക്ക് ആ വിജയം കിട്ടത്തുള്ളൂ. ഞാൻ എന്റെ കൺസെപ്റ്റ്. കാരണം നമ്മൾ ഈ എക്സാമ്പിൾ പറയുന്നത് ഞാനൊരു മലയാളി കോമ്പിറ്റിയിൽ ആദ്യമായിട്ട് മത്സരിക്കുന്ന കാരണം ഞാൻ ഒരു ഞാനെന്നല്ല ഒരു ട്രാൻസ് മനുഷ്യൻ ട്രാൻസ് ഹ്യൂമൻസിനെ സംബന്ധിച്ച് ആണുടലിൽ സ്ത്രീയായി മാറി ദീർഘം സ്വീകരിച്ച വ്യക്തികളാണ് ട്രാൻസ് ഹ്യൂമൻസ് അഥവാ ട്രാൻസ്ജെൻഡേഴ്സ്. ജഡ്ജസ് നമ്മുടെ നമുക്ക് മൂന്ന് പേരെയാണ് നമ്മൾ നിന്ന് തിരഞ്ഞെടുക്കുന്നത്. ചോദ്യങ്ങളോട് ചോദിക്കുന്നു, ഈ അച്ഛനിൽ ആരായിരിക്കും ഇത്തവണത്തെ മലയാള മകരത്തില്ല? ഞാൻ ചോദിക്കാൻ ഓരോ പ്രശ്നങ്ങളെ ചോദിക്കാം. നിങ്ങളുടെ പിന്തുണ അറിയിക്കൂ. ചെസ് നമ്പർ 103 and 104 എന്നുള്ളവരൊന്ന് കൈവയ്ക്കുക. അവരുടെ പിന്തുണ എത്രയുള്ളൂ? നല്ലൊരു കഴിവ്, നല്ലൊരു കഴിവ് പിന്തുണയാണ് അറിയിക്കാം. സോ ക്രൗഡിംഗ് മൂലം നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ ഇവിടെ ആദ്യം 3-ാം സ്ഥാനക്കാർക്ക് നമ്മളിവിടെ ക്രൗഡിംഗ് കിരീടദാനം അല്ലെങ്കിൽ നമ്മൾ അവരെ ആദരിക്കാനായി പോവുകയാണ്. സോ മലയാളികൾക്ക്
104. 104. സമാധാനത്തിനായി ബഹുമാനപ്പെട്ട സന്ധ്യ രാജേഷിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടിയോടെ. കോമ്പറ്റീഷനിലെ ഐക്യ 2025ന്റെ ഫസ്റ്റ് റണ്ണർ അതായത് രണ്ടാം സ്ഥാനം നേടിയ ആളാകുന്ന ഒരു അനൗൺസ്മെന്റ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സോ 4 പേർ നമുക്കൊപ്പം വേദിയിലുണ്ട്. ഈ 4 പേരിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ചെസ് നമ്പറാണ്. നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? 110. ഓക്കെ, ചെസ് നമ്പർ ഈസ് പറ്റില്ല. മറ്റൊരാൾക്ക് 110. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ആളുടെ The Malayali Manga competition winner is chess number. Are you? 111. We'll